വെച്ച് കേടായിപ്പോയി. ഇദ്ദേഹം ഒരു ലിഫ്റ്റ് തന്നോണ്ട് ഇപ്പോഴെങ്കിലും വന്നു ചേർന്നു. ബിന്ദുമോൾ വളരെ ക്ഷീണിച്ചു പോയി. ഉറക്കം അടച്ച് പഠിച്ചിട്ടാണ്. മോളെ, പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? ദേവികമ്മേ, ആ പെട്ടിയൊക്കെ ഇങ്ങോട്ട് എടുത്തോളൂ. മണി 8 കഴിഞ്ഞു. ഞാൻ പോട്ടെ. ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് പോകും. ഒരു കപ്പ് കാപ്പി വേണ്ട. ഈ രാത്രി തന്നെ പോകണമെന്നുണ്ടോ? പോകണം. മഞ്ഞിന്റെ ശല്യം വല്ലാതെ ഉണ്ട്. ഡ്രൈവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സാരമില്ല. ആനയുടെ ശല്യവും ഉണ്ട്. ഞാൻ സൂക്ഷിച്ചു പോയിക്കോളാം. ചായ കുടിക്കും. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. ബിന്ദു, ഞാൻ പോയിട്ട് വരാം. ആന ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ബഹളമാണ്. ഇപ്പോൾ പോകുന്നത് അപകടമാണ്. നാളെ രാവിലെ പോയാൽ മതി. ശരി. വിനോദ് എസ്റ്റേറ്റിൽ പോകുന്നത് ഈ വഴിയല്ലേ? ഇവിടെ കയറിയിട്ടേ പോകാവൂ. ഞാൻ വരാം. വിനോദിന് എസ്റ്റേറ്റ് അല്ലാതെ മറ്റു വല്ല ബിസിനസ്സും ഉണ്ടോ? അച്ഛന് ഒരു ടീ എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട്. അതും ഇപ്പോൾ ഞാനാ നോക്കുന്നത്. എന്നാൽ ഞാൻ വരട്ടെ. എപ്പോഴും വരണം. ഇത് വിനോദിന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. ഞാൻ അടുത്ത ആഴ്ച വരാം. ബിന്ദു എവിടെ? ബിന്ദു, 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 വിനോദ് പോവുകയാണ്. ബിന്ദു, ഞാൻ പോട്ടെ. ഞാൻ വരട്ടെ. മകന്റെ പേരെന്താണ്? സുഖു. വയസ്സ്? 25. എത്ര കാലമായി അസുഖം തുടങ്ങിയിട്ട്? ഏതാണ്ട് 3 വർഷത്തോളമായി. സുഖവും ആ പെൺകുട്ടിയും തമ്മിൽ പ്രേമത്തിലായിട്ട് എത്ര കാലമായി? 1 വർഷമേ ഇവൻ കോളേജിൽ പോയുള്ളൂ. അവളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ അവൻ അസുഖവും തുടങ്ങി. കഷ്ടിച്ച് 1 വർഷത്തെ അടുപ്പം, അത്രയേ ഉള്ളൂ. രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നോ? അതെ. സുഖോ, എന്താ തിരയുന്നത്? എൻ്റെ ഹൃദയം. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഞാനത് സൗമിനെ ഏൽപ്പിച്ചു. അവളത് സൂക്ഷിച്ചില്ല. എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് പോയി. എത്ര നാളായി
ഞാൻ എന്റെ ഹൃദയം തിരഞ്ഞ് നടക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും സുഖു എന്റെ മോളാണ്, ഡോക്ടർ രാജി. ചെല്ലുമോളെ. എന്റെ കൂടെ കോളേജിൽ പഠിച്ച സൗമിനി അറിയാവോ? ഇല്ല. അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്റെ ഹൃദയം എവിടെയാണ് വലിച്ചെറിഞ്ഞു കളഞ്ഞതെന്ന് ചോദിക്കണം കേട്ടോ. ആരുടെയെങ്കിലും ഹൃദയം വാങ്ങി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞു കളയരുത് കേട്ടോ. ആ, ചേട്ടൻ പുറത്തേക്ക് വരുന്നെങ്കിൽ വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ എങ്ങും പോകുന്നില്ല. രമേഷ്, പാസ്പോർട്ടിന്റെ കാര്യം എന്തായി? ഒരാഴ്ചക്കങ്ങ് ശരിയാക്കാം സാർ. അത് ഉടനെ ശരിപ്പെടുത്തണം. ശരി. മകനെ പുറത്തേക്ക് എവിടേക്കെങ്കിലും അയക്കുന്നുണ്ടോ? അതെ, ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് അയക്കും. അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ? വരുന്നുണ്ട്. നീ രാജശേഖരന് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പോകുന്ന വഴി ഇതിലെ വാ. മിസ്റ്റർ മേനോൻ, നിങ്ങൾ മകനെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളൂ. 10 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ശരി. വാങ്ങ. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ അച്ഛാ. നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം. നീ വാ. ചുരുട്ട് വലിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ല അല്ലേ? നീ ചായ അവിടെ വെച്ചിട്ട് പോ. ഇന്നലെയും കൂടെ രാജി പറഞ്ഞു ചുരുട്ട് വലിക്കാൻ സമ്മതിക്കരുതെന്ന്. ഞാൻ ചുരുട്ട് വലിക്കാറില്ല. പിന്നെ പുട്ടുകുറ്റി പോലെ ചുണ്ടത്തിരുന്ന് പോയെന്നോ? ഇത് ചുരുട്ട്. ഞാൻ ചുരുട്ട് വലിക്കാറില്ല എന്ന് പറഞ്ഞത് പണ്ടത്തെ പോലെ ഞാൻ വലിക്കാറുണ്ടോ? ഉണ്ടോ? രാജി ഇന്നിങ്ങ് വരട്ടെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും. ശാരദാമ്മേ, നീ എന്നെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു പെട്ടി ചുരുട്ട് രാജിയുടെ മുമ്പിലിരുന്ന് ഞാൻ വലിക്കും. വലിച്ചോ എന്നിട്ട് നെഞ്ചുവേദനയാണ് ഇതാണെന്നും പറഞ്ഞ് ഡോക്ടർ മരുന്നുമായിട്ട് കഴിഞ്ഞു. എനിക്കെന്താ? നീ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നതുകൊണ്ടാണ് ഇല്ലാത്ത നെഞ്ചുവേദന എനിക്ക് വരുന്നത്. എടി, ഞാൻ ചുരുട്ട് വലിക്കുന്നത് കണ്ടാൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയണം, നാഥാ അങ്ങ് ചുരുട്ട് വലിക്കരുതേ. അതാണ് ഈ സ്നേഹമുള്ള ഭാര്യ ചെയ്യുന്നത്. എന്നാലേ എനിക്ക് സ്നേഹം ഇല്ലെന്ന് കരുതിയാ മതി. ചായ വേണേ കുടിക്കേ. ശാരദാമ്മേ, എനിക്കറിയാം നിന്റെ ജീവന്റെ ജീവനാണ് ഞാനെന്ന്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മോളെ. എങ്ങനെ അങ്കിൾ, രാത്രി നെഞ്ചുവേദന ഉണ്ടായോ? ഇല്ല, നെഞ്ചുവേദന ഒന്നുമില്ലായിരുന്നു. ചായ അങ്കിളിനാണോ? മോള് കുടിച്ചോ, എനിക്ക് വേണ്ട. ചായ എവിടെ അങ്കിൾ? അത് നീ കുടിച്ചു. ഞാൻ കുടിച്ചില്ല. ഇല്ല, ഞാൻ തന്നെ കുടിച്ചു. അങ്കിള് ടാബ്ലറ്റ് കഴിക്കാറുണ്ടോ? കഴിച്ചു. കള്ളവാ മോളെ, കഴിച്ചില്ല. അങ്കിളൊരു ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ അമ്മ നിർബന്ധിച്ചു കൊടുപ്പിക്കണം. നിർബന്ധിക്കാത്ത കുറ്റമേ ഉള്ളൂ. കുഞ്ഞിന്റെ കാര്യം ചെയ്യും, ആ സിറിഞ്ച് ഇവിടെ വെച്ചിട്ട് പോകും. ടാബ്ലറ്റ് പൊടിച്ച് കലക്കി വെള്ളത്തിലാക്കി അങ്കിൾ ഉറങ്ങുമ്പോൾ വയറ്റി കുത്തിവെക്കാം. കഴിക്കാം. ഇനി നീ വരുമ്പോ ടാബ്ലറ്റ് കൊടുത്താൽ മതി കേട്ടോ. അങ്കിൾ, എണ്ണ നെയ്യ് ഉപയോഗിക്കരുത്.
നെയ്യ് ആരെങ്കിലും തലയിൽ തേക്കോ മോളെ? തലയിൽ തേക്കുന്നതല്ല, ഭക്ഷണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, മീൻ വറുത്ത് കഴിക്കാവോ? പാടില്ല. ഇറച്ചി വറുത്തതോ? അതും പാടില്ല. മുട്ട? ഒന്നും കഴിക്കരുത്. കുറെ നാളത്തേക്ക് ഇറച്ചിയും മീനും മുട്ടയും ഒന്നും കഴിക്കണ്ട. പച്ചക്കറി മാത്രം വേവിച്ച് കഴിച്ചാൽ മതി. അമ്മേ, വിനോദ് ഓഫീസിൽ പോയോ? അവന് ഇതുവരെ ഉറക്കം ഉണർന്നിട്ടേ ഇല്ല. വിനോദ്, വിനോദ്, എന്തൊരു ഉറക്കമാണിത്. ചുമ്മാ വിനോദ്, എന്തെങ്കിലും പറയൂ. എന്ത് പറയാനാ? എന്നെ സ്നേഹിക്കുന്നെന്ന് പറ. അത് എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തൊരു ശല്യമാണത്. മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഒന്ന് പൊയ്ക്കാജി. ചായ തണുത്ത് കാണും. ശല്യം ചെയ്യുന്നു, പോ. എന്തൊരു ചുണ്ടിക്കാരൻ. നിരന്തര, അങ്കിളിന് കുറച്ച് ദിവസത്തേക്ക് പച്ചക്കറി മാത്രമേ കൊടുക്കാവൂ. എന്താ കൊച്ചമ്മ വെറും ഒരു വേലക്കാരനോട് സംസാരിക്കുന്ന മാതിരി എന്നോട് സംസാരിക്കുന്നത്? എനിക്കും ചില ഉത്തരവാദിത്ത ബോധമൊക്കെ ഈ വീട്ടിനോടില്ലേ? എനിക്കറിയില്ലേ വലിയമ്മങ്ങനെ മീൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ? മീൻ കൊടുക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? മീൻ കൊടുക്കാൻ പാടില്ല, ആ, പച്ചക്കറി മാത്രം. ആ. മീൻ കൊടുക്കാൻ പാടില്ല. എന്താ ഇത്? റിമൈൻഡിങ് യു. റിമൈൻഡിങ് യു ഓഫ് ഇറ്റ് അഗെയിൻ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എക്സെട്രാ എക്സെട്രാ. വേണ്ട ടൈപ്പ് ചെയ്തോണ്ട്. യെസ് സർ.